to Bethlehem. ഇന്ന് ഡിസംബർ 5th, ദോഥാൻ. ജോസഫിന്റെ ബ്രദേഴ്സിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അവർക്ക് അങ്ങനെയല്ലായിരുന്നു. ഇതാണ് നമ്മൾ ഇന്ന് ഫാമിലി ആയിട്ട് റിഫ്ലക്ട് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഫാമിലി ആയിട്ട് റിഫ്ലക്ട് ചെയ്യേണ്ട ബൈബിൾ ഭാഗം ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 15 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. Let's move to the first segment, the Bible word. ഉൽപ്പത്തിയുടെ പുസ്തകം 37-ാം അധ്യായം 15 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ഒരു സ്വപ്നക്കാരന്റെ സഹനങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. യാക്കോബിന്റെ പുത്രനായ ജോസഫ് സഹോദരങ്ങളെ അന്വേഷിച്ചു പോകവേ അവർ ജോസഫിനോട് ചെയ്യുന്ന ക്രൂരതകൾ നാം കാണുന്നുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധിയിലും ജോസഫിന് സ്വപ്നം നൽകിയ ദൈവം അവനെ കാത്തു പരിപാലിക്കുന്നു. അവന്റെ ജീവൻ അവിടുന്ന് സംരക്ഷിക്കുന്നു. നമുക്കും വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഒന്നോർക്കാം, നോ പെയിൻ നോ ഗെയിൻ. അതായത് സഹനങ്ങളില്ലാതെ നേട്ടങ്ങളില്ല. അടിമയായി വിൽക്കപ്പെടുന്ന ജോസഫ് പിന്നീട് ഈജിപ്തിന്റെ പ്രധാനമന്ത്രിയായി. മഹത്വത്തിനും ഉയർച്ചയ്ക്കും സഹനമാകുന്ന വളം കൂടിയേ തീരൂ എന്ന് ജോസഫിന്റെ ജീവിതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ വായിക്കാം ഉൽപ്പത്തിയുടെ പുസ്തകം 37-ാം അധ്യായം 15 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ. നമ്മൾ ഫാമിലി ആയിട്ട് ബൈബിളൊക്കെ റിഫ്ലക്ട് ചെയ്തില്ലേ? അടിപൊളിയായിരുന്നില്ലേ? നമുക്കിനി വേഗം പോയി കഥ കേൾക്കാം. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് സെഗ്മെന്റിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. സ്റ്റോറി ടൈം. ഹലോ, എൻ്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വാക്കിൻ്റെ ശക്തിയെക്കുറിച്ചാണ് കേൾക്കാൻ പോകുന്നത് അല്ലേ? നമ്മൾ ഗുഡ് വേർഡുണ്ട്, ബാഡ് വേർഡുണ്ട്. നമ്മൾ ചിലപ്പം നമ്മളെ ഇടയ്ക്കൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുമ്പോൾ ഗുഡ് വേർഡ്സ് ആണോ ബാഡ് വേർഡ്സ് ആണോ വരുന്നതെന്ന്. വാക്കിന് ശക്തിയുണ്ട്. എന്താ നമ്മൾ കാണുന്നില്ലേ ഈ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഈശോ ഉണ്ടാകട്ടെ, ആ വാക്കുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത്. ഒരു കഥ ഇങ്ങനെയാണ്. ആഫ്രിക്കയിലെ ഒരു ആദിവാസികളുടെ ഒരു സ്ഥലമുണ്ട്, സോളമൻ ഐലൻഡ്സ് എന്ന് പറയും. അപ്പോൾ അവിടെയുള്ള ആളുകളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയാണ്. അപ്പോൾ ഇവർ കൃഷി ഇറക്കാൻ വേണ്ടിയിട്ട് ആദ്യം നിലം ഒരുക്കും. നമുക്കറിയാം, നമ്മൾ കൃഷിയെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം, കൃഷി ഇറക്കുന്നതിന് മുമ്പ് നിലം ഉഴുതുമറിച്ച് കളയും അഴുക്കൊക്കെ മാറ്റി നിലം ഒരുക്കുമില്ലേ? നിലം ഒരുക്കിയിട്ടാണ് അതിനകത്ത് കൃഷി ആരംഭിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ ആദിവാസികൾ ചെയ്യുന്നത്, അവർ ഈ ഒത്തിരി കാട് പോലത്തെ പ്രദേശമാണ്, വലിയ വർഷങ്ങളായിട്ടുള്ള വൃക്ഷങ്ങളൊക്കെ ഇവർ മുറിച്ചു മാറ്റിയിട്ടാണ് കൃഷിക്കായിട്ട് ആ ഭൂമി പ്രയോജനപ്പെടുത്തുന്നത്. അപ്പോൾ ഇവർ ചെയ്യുന്നത് എങ്ങനെ? ഇവർ ഈ വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റില്ല. ഇവർ ചെയ്യുന്ന ഒരു പ്രത്യേക രീതി എന്ന് വെച്ചാൽ, ഇവർ കുറേ ദിവസത്തേക്ക് എവിടെയെങ്കിലും നിലം ഒരുക്കാനുണ്ടെങ്കിൽ അവിടെ ചെന്ന് ഈ വൃക്ഷങ്ങളുടെ ചുറ്റിലും എല്ലാവരും ഇങ്ങനെ വട്ടത്തിൽ നിൽക്കും. വട്ടത്തിൽ നിന്നിട്ട് ഈ മരത്തെ അങ്ങ് ശപിക്കും. നീ നശിച്ചു പോട്ടെ, നീ ഉണങ്ങിപ്പോട്ടെ, നിന്നെ ഒന്നിനും കൊള്ളത്തില്ല. ഇവരിങ്ങനെ ആവർത്തിച്ച് പറയും. ഇത് കുറേ ദിവസം ചെയ്ത് കഴിയുമ്പോഴേക്കും വർഷങ്ങൾ പഴക്കം ചെന്ന മരം വരെ ഉണങ്ങിപ്പോകുന്നതായിട്ട് അവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഉണങ്ങി കഴിയുമ്പോൾ പിന്നെ ഈ വൃക്ഷത്തെ ഇവർ മുറിച്ച് മാറ്റിയിട്ടാണ് അവിടെ കൃഷി ചെയ്യുന്നത്. നമുക്ക് ചിലപ്പോൾ ഒരു അത്ഭുതം തോന്നും, ഇതെന്താണ്? നമ്മൾ ഈ പ്രപഞ്ചത്തിലുള്ള ഈ വൃക്ഷങ്ങളും മരങ്ങളും മൃഗങ്ങളും ഇവരൊക്കെ ജീവനുള്ളതാണല്ലേ? ഒരു ചെടി നമുക്കറിയാം, നട്ട് കുഞ്ഞു തൈയാണെങ്കിൽ വിത്ത് പൊട്ടി മുളച്ച് കുഞ്ഞു തൈയായി പിന്നെ അത് വലിയ ചെടിയായി വൃക്ഷമായിട്ട് മാറുന്നു. അപ്പോൾ അതിന് ജീവനുണ്ട്. അപ്പം ആ വൃക്ഷം പോലും ഇവരുടെ ശാപവാക്കുകളും ശകാരവും കേട്ട് ഉണങ്ങിപ്പോയി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കേ, നമുക്കും ചിലപ്പോൾ നമ്മൾ മുതിർന്നവരോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ ഒക്കെ പറഞ്ഞിട്ടുള്ള ചില ബാഡ് വേർഡ്സ്, ചില മോശം വാക്കുകൾ നമ്മുടെ ഉത്സാഹത്തെ കെടുത്തിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ആലോചിക്കേണ്ടത്? നമുക്ക് ബാഡ് വേർഡ്സ് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാവുന്നുണ്ട്, നമ്മുടെ ഉത്സാഹം പോകുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ മറ്റുള്ളവരോടും ബാഡ് വേർഡ്സ് അല്ലെ അവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ, അവരെ മുറിപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല. നമ്മൾ ഇന്ന് മനസ്സിലാക്കണം, നമ്മൾ ഈശോയെ ഒന്ന് നോക്കിയേ. ഈശോയുടെ അടുത്തേക്ക് വരുന്ന ആരെയും ഈശോ കുറ്റപ്പെടുത്തിയില്ല. പക്ഷേ ഈശോ സ്ട്രിക്റ്റ് ആവേണ്ടടുത്ത് ഈശോ സ്ട്രിക്റ്റ് ആയിട്ടുണ്ട് അല്ലേ? കറക്ഷൻ വേണ്ടടുത്ത് കൃത്യമായിട്ട് ഈശോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആരെയും അവരുടെ മനസ്സിടിക്കുന്ന രീതിയിൽ, അവരെ സങ്കടപ്പെടുത്തുന്ന രീതിയിൽ, അവർക്കൊരു നഷ്ടബോധം ഉണ്ടാകുന്ന രീതിയിൽ ഒരിക്കലും ഈശോ സംസാരിച്ചിട്ടുമില്ല, പെരുമാറിയിട്ടുമില്ല. അപ്പം ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതാണ്.
നമ്മുടെ നാവിൽ നിന്ന് നല്ല കാര്യങ്ങൾ, വാക്കിന് ശക്തിയുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ അപ്പയും അമ്മയൊക്കെ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, നമ്മൾ എന്നൊക്കെ പറയും. ഇനി അതുമല്ല ചേട്ടനോ ചേച്ചിയോ അനുജനോ അനിയത്തിയോ ഒക്കെ ആയിട്ട് ചിലപ്പോൾ നമ്മളിങ്ങനെ തല്ലു പിടിച്ച് അതും ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇനി ഫ്രണ്ട്സുമായിട്ടാണെങ്കിലും ദേഷ്യം വരുമ്പോൾ. അപ്പം നമ്മൾ ഈ ഒരു ക്രിസ്മസ് കാലഘട്ടത്തിൽ ഒരു പുതിയ പരിശീലനമാണ്, നമ്മളൊന്ന് പരിശീലിക്കുകയാണ്. എൻ്റെ നാവിൽ നിന്ന് നല്ല വാക്കുകൾ, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന, വളർത്തുന്ന, അല്ലെങ്കിൽ അവർക്ക് പ്രചോദനം കൊടുക്കുന്ന നല്ല വാക്കുകളായിരിക്കും ഞാൻ ഇനി മുതൽ പറയുക. അങ്ങനെ ഒന്ന് തീരുമാനിച്ചാൽ എന്ത് രസമാണ് നമ്മുടെ ജീവിതം അല്ലേ? അപ്പോൾ അതിനുറപ്പായിട്ട് ഈശോ നമ്മളെ സഹായിക്കും. സോ ഇന്ന് ഞാൻ സ്റ്റോറി നിർത്തുകയാണ്. എല്ലാവരും നല്ല വാക്കുകൾ പറയുന്ന നല്ല ഈശോയുടെ കുഞ്ഞുങ്ങളായിട്ട് നിങ്ങൾ മാറണം. റെഡിയല്ലേ? ബൈ. ഇന്നത്തെ കഥയ്ക്ക് ഒരു ബ്യൂട്ടിഫുൾ മെസ്സേജ് ഉണ്ട്. ഓൾവേസ് സേ ഗുഡ് വേർഡ്സ്. ഇനി നമുക്ക് ക്രിസ്മസ് കാഴ്ചകളിലേക്ക് പോകാം. ജോയ്ക്ക് നമ്മൾ ഏത് സ്ഥലത്ത് പോണേന്ന് അറിയാമോ? എനിക്കറിയാം. അൽബേനിയ അല്ല. ഓക്ലൻഡ് അല്ല. സ്കോട്ട്ലൻഡ്. ഇനി ഞാൻ പറയാം. ഇന്ന് നമ്മൾ നോർവേയുടെ ക്രിസ്മസ് കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. ഇന്ന് നമ്മൾ നോർവേയിലെ ക്രിസ്മസ് കാഴ്ചകളാണ് കാണുന്നത്. യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഒരു രാജ്യമാണ് നോർവേ. ജനസംഖ്യയിൽ ഭൂരിഭാഗവും ക്രിസ്ത്യാനികളാണ്. ഡിസംബർ 1 മുതൽ ജനുവരി 1 വരെയാണ് അവിടുത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുന്നത്. കുട്ടികളുടെ വിശ്വാസം സാന്താക്ലോസ് ക്രിസ്മസ് ദിനത്തിൽ സമ്മാനങ്ങൾ കൊടുക്കുമെന്നാണ്. നോർവേയിലെ വീടുകളുടെ ഒരു രീതി ഡിസംബർ 1 തീയതി മുതൽ കുട്ടികളെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മുതിർന്നവരും മാതാപിതാക്കളുമൊക്കെ പ്രേരിപ്പിക്കും. അങ്ങനെ കുഞ്ഞു കുഞ്ഞു സൽപ്രവർത്തികളിലൂടെയാണ് കുട്ടികൾ അവരുടെ ക്രിസ്മസ് ഒരുക്കങ്ങൾ നടത്തുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ മാതാപിതാക്കൾ കുട്ടികൾക്ക് ചെറിയ സമ്മാനങ്ങൾ നൽകും. അത് കുട്ടികൾക്ക് വലിയ പ്രചോദനമാകും. അത് ക്രിസ്മസ് നാളുകളിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് അവർക്ക് ഉത്സാഹം നൽകും. അതുപോലെ തന്നെ വീടുകളിൽ ചെയ്യുന്ന മറ്റൊരു കാര്യം, ഡിസംബർ 1 മുതൽ ജനുവരി 1 വരെ വീടുകളിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വയ്ക്കും. മെഴുകുതിരി കത്തിച്ചു വയ്ക്കുന്നത് അവരുടെ വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ ഭാഗമാണ്. നോർവേയിലെ ജനങ്ങളുടെ വിശ്വാസം വറുതിക്ക് ശേഷം ഒരു വസന്തകാലം വരുന്നു. അതാണ് ക്രിസ്മസും പുതുവർഷവുമൊക്കെ. അതുകൊണ്ടാണ് ഇങ്ങനെ മെഴുകുതിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നത്. കുട്ടികൾക്ക് സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യം കരോൾ ഗാനങ്ങളാണ്. ഔസേപിതാവും മാതാവും ആട്ടിടയന്മാരും പൂജരാജാക്കന്മാരുമൊക്കെയായി വേഷമിട്ട് വീടുകൾ തോറും പോയി അവർ കരോൾ പാടും. കുട്ടികളെ സ്വീകരിക്കാൻ എല്ലാവർക്കും വലിയ സന്തോഷമാണ്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ച, നോർവേയിലെ ചിലയിടങ്ങളിൽ വീടിന് പുറത്ത് ധാന്യങ്ങളും പഴങ്ങളും വെള്ളവുമൊക്കെ വയ്ക്കും. അത് കിളികൾക്കുള്ളതാണ്. ക്രിസ്മസ് ദിനത്തിൽ അവർ കിളികളെയും ഓർക്കുന്നുണ്ട്. കിളികൾ വന്ന് അത് ഉത്സാഹത്തോടെ കൊത്തിത്തിന്നും. ക്രിസ്മസിന് കിളികളും സന്തോഷത്തോടെ പങ്കുചേരുന്നു എന്നതിൻ്റെ സൂചനയാണ്. നോർവേയിലെ മറ്റൊരു ആകർഷണം വലിയ ക്രിസ്മസ് ട്രീകളാണ്. വളരെ വലിയ ട്രീകളാണ് അവർ ഉണ്ടാക്കുന്നതും അലങ്കരിക്കുന്നതും. അത് ആഘോഷത്തിൻ്റെ ഒരു രീതിയാണ്. കൂടാതെ നോർവേയിലെ ജനങ്ങൾ എല്ലാ വർഷവും ഒരു കാര്യം ചെയ്യും. ഇംഗ്ലണ്ടുകാർക്കായിട്ട് ഒരു വലിയ ക്രിസ്മസ് ട്രീ സമ്മാനം നൽകും. അതൊരു നന്ദിയുടെ സൂചകമാണ്. ലോകമഹായുദ്ധത്തിൽ ഇംഗ്ലണ്ടിലെ ജനങ്ങൾ നോർവേയിലെ ജനങ്ങളെ വളരെയധികം സഹായിച്ചു. ആ ഓർമ്മയുടെ നന്ദി സൂചകമായിട്ടാണ് നോർവേയിൽ നിന്നും ഇംഗ്ലണ്ടുകാർക്കായി വലിയ ക്രിസ്മസ് ട്രീ സമ്മാനമായി നൽകുന്നത്. ക്രിസ്മസ് ദിനത്തിൽ കുട്ടികൾ സമ്മാനങ്ങൾ സ്വീകരിക്കുന്നത് ക്രിസ്മസ് ട്രീയുടെ ചുവട്ടിലാണ്. വീട്ടിലെ മാതാപിതാക്കളും മുതിർന്നവരുമൊക്കെയാണ് സമ്മാനങ്ങൾ ഒരുക്കി വയ്ക്കുന്നത്. നല്ല കാര്യങ്ങൾ എഴുതിയ ക്രിസ്മസ് കാർഡുകളും വയ്ക്കും. ക്രിസ്മസ് ദിനത്തിൽ രാവിലെ തന്നെ കുട്ടികൾ വളരെ സന്തോഷത്തോടെ തന്നെ ക്രിസ്മസ് ട്രീയുടെ ചുവട്ടിലേക്ക് എത്തും. അവർക്കൊരുക്കി വെച്ചിരിക്കുന്ന സമ്മാനങ്ങളും കാർഡുകളുമൊക്കെ എടുക്കാനായി. മറ്റൊരു കാര്യം, ക്രിസ്മസ് കാർഡിൽ എഴുതി വച്ചിരിക്കുന്ന ആശംസകളൊക്കെ വളരെ ഉച്ചത്തിൽ അവർ വായിക്കും. അത് കേൾക്കാൻ വീട്ടിലുള്ള എല്ലാവരും ചുറ്റും കൂടും. ഇങ്ങനെ അനേകം കാഴ്ചകളും വിശേഷങ്ങളും നിറഞ്ഞതാണ് നോർവേയിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ. ഓരോ ദിവസത്തെയും കാരൽ സിംഗിങ് ഭയങ്കര ഡിഫറെന്റ് അല്ലേ? എന്ത് രസാ കേൾക്കാൻ. അതെ, നമുക്കൊരു പുതിയ സോങ് കേട്ടാലോ? നമ്മുടെ അടുത്ത സെഗ്മെന്റ് കാരൽ സിംഗിങ്.
everyone. We are the siblings of Toduvura Kottukappalil House. And today in this program, Road to Bethlehem, we are going to sing the song Deck the Halls. Hope you enjoy. Deck the halls with boughs of holly, fa la 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 la. 'Tis the season to be jolly, fa la 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 la. Don't we know our gay apparel, fa la 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 la. Roll the ancient Yuletide carol, fa la 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 la. See the blessings you before us, fa la 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 la. Strike the harp and join the chorus, fa la 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 la. Follow me in merry measure, fa la la la. While I tell of Yuletide treasure, fa la la la. Fast away the old year passes, fa la la. Hail the new ye lads and lasses, fa la la. Sing we joyous all together, fa la la. Heedless of the wind and weather, fa la la. Fa la la. അങ്ങനെ നമ്മളൊരു പുതിയ പാട്ടും കൂടി കേട്ടു. ഇനി ആക്ടിവിറ്റി ടൈമാണ്. നിങ്ങളുടെ ചാർട്ട് പേപ്പർ റെഡി അല്ലേ? നിങ്ങൾ മാർക്ക് ചെയ്തോ? ധോത്താൻ ഞങ്ങൾ മാർക്ക് ചെയ്യാൻ പോവാ. വാ. നമ്മുടെ ക്രിസ്മസ് പ്രിപ്പറേഷന്റെ 5ാമത്തെ ദിവസം നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഈശോ നമ്മളെ നന്നായിട്ട് നയിക്കുന്നുണ്ട്. ഞങ്ങൾ ആക്ടിവിറ്റി ചെയ്തു, ഞങ്ങൾ ധോത്താൻ മാർക്ക് ചെയ്തു, നിങ്ങളും മാർക്ക് ചെയ്യണം. ഇന്നത്തെ ആക്ഷൻ എന്താണെന്ന് അറിയാമോ? ഇന്ന് നമ്മൾ മാക്സിമം ഗുഡ് വേർഡ്സ് ഉപയോഗിക്കണം. ഗുഡ് വേർഡ്സ് ഉദ്ദേശിക്കുന്നത് നമ്മൾ മാക്സിമം അടി ഉണ്ടാക്കാണ്ടും ചീത്ത വാക്കുകൾ പറയാതിരിക്കുക. ഇന്നലെ നൽകിയ ചോദ്യത്തിന്റെ ഉത്തരം ഇസ്രായേൽ. ഉത്തരങ്ങൾ അയച്ചവരിൽ നിന്ന് തിരഞ്ഞെടുത്ത വിജയി ജോഹൻ ജെറിൻ, പൂവത്തിങ്കൽ ഹൗസ്, രാജീവ് ഗാന്ധി നഗർ, മണ്ണുത്തി, തൃശൂർ. ഇനി ക്വസ്റ്റ്യൻ ടൈമാണ്. എല്ലാ ദിവസവും ധാരാളം ഉത്തരങ്ങൾ വരാറുണ്ട്. അതിൽ നിന്ന് വിജയെ തിരഞ്ഞെടുത്ത് സമ്മാനങ്ങൾ അയക്കാറുണ്ട്. നിങ്ങൾ ഉത്തരങ്ങൾ അയച്ചാൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടും. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ജോസഫിനെ രക്ഷിച്ച് പിതാവിനെ ഏൽപ്പിക്കാൻ ആഗ്രഹിച്ച സഹോദരൻ ആരാണ്? ഒന്നുകൂടി പറയാം. ജോസഫിനെ രക്ഷിച്ച് പിതാവിനെ ഏൽപ്പിക്കാൻ ആഗ്രഹിച്ച സഹോദരൻ ആര്? നിങ്ങളുടെ ഉത്തരങ്ങൾ വേഗം അയക്കണം, ലേറ്റ് ആവണ്ട. അയക്കേണ്ട നമ്പർ 9605818881. ഐ റിപ്പീറ്റ് 9605818881. റോഡ് ടു ബെത്ലഹേമിന്റെ 5th എപ്പിസോഡ് കംപ്ലീറ്റ് ആയി. നമുക്ക് ക്രിസ്മസിനെ മനോഹരമായിട്ട് ഒരുങ്ങാം. ഏവർക്കും നന്മ നേരുന്നു. ബൈ.